കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ, ഞാൻ ഏറ്റവും വലയുമ്പോൾ, കണ്ണുനീർ വാർത്തവനായ ക്രിസ്തു എൻ്റെ കാര്യം നടത്തിത്തരും. ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളിപ്പോൾ കേട്ട പാട്ടിനോടുള്ള ബന്ധത്തിൽ സംസാരിക്കുമ്പോൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാറിനെ വിളിച്ചു. അവളോട്, ഹാഗാറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്ന ഇടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 19-ാമത്തെ വാക്യത്തിൽ, ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവളൊരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞിൻ്റെ നിലവിളിയെ കേൾക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഇഷ്മായേൽ എന്ന പൈതലിൻ്റെ നിലവിളിയെ കേട്ടുകൊണ്ട് മരുഭൂമിയിൽ ഒരു ഉറവ ദൈവം അവർക്ക് വേണ്ടി തുറക്കുകയാണ്. കാരണം ആ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ, അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു. കുട്ടിയെയും കൊടുത്തു അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബർഷേബയിൽ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. അപ്പോൾ തുരുത്തിയിലെ വെള്ളം അവളുടെ തീർന്നു. ഇനി ഒരു ഉറവ അവളുടെ മുമ്പിലില്ല. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന് ഹാഗാറിനെയും ഇഷ്മയേലിനെയും ഇറക്കി വിട്ടു. സാഹചര്യങ്ങൾ നിമിത്തം, വ്യക്തിപരമായ ചില കാര്യങ്ങൾ നിമിത്തം. ആ സാഹചര്യത്തിൻ്റെ മധ്യയിൽ ഹാഗാറും ഇഷ്മായേലും മരുഭൂമിയിൽ ഉഴലുമ്പോൾ, നിലവിളിക്കുമ്പോൾ, നമുക്കറിയാം ഇനി തിരിച്ച് അബ്രഹാമിൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാനോ വെള്ളം കരുതുവാനോ ഒന്നും അവൾക്ക് കഴിയുകയില്ല. എല്ലാ ഉറവകളും അവളുടെ മുമ്പിൽ അടഞ്ഞു. അബ്രഹാമിൻ്റെ വീട്ടിലെ ഉറവ അടഞ്ഞു. മരുഭൂമിയിൽ ഒരു ഉറവ ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ പോലും കഴിയുന്നില്ല. കാരണം ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ആ മരുഭൂമിയിൽ ഒരിക്കലും ഒരു നീർത്തടാകത്തെ വരയ്ക്കില്ല. മരുഭൂമിയുടെ പടം വരയ്ക്കുന്ന ഒരാൾ ഒരിക്കലും മരുഭൂമിയിൽ ഒരു തടാകത്തിൻ്റെ പടം വരയ്ക്കില്ല. കള്ളിമുൾ ചെടിയുടെയോ ഒട്ടകത്തിൻ്റെയോ ഒക്കെ പടങ്ങൾ മാത്രമേ വരയ്ക്കൂ. ഇമാജിൻ ചെയ്യുവാൻ പോലും കഴിയത്തില്ല മരുഭൂമിയിൽ അരുവി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ഈ പ്രോഗ്രാമിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി പറയുന്ന ഒരാലോചന, അബ്രഹാമിൻ്റെ വീട്ടിലെ ഉറവ ഹാഗാറിൻ്റെയും ഇഷ്മയേലിൻ്റെയും മുമ്പിൽ അടയുമ്പോൾ, ബാലൻ്റെ പൈതലിൻ്റെ നിലവിളി കേട്ടുകൊണ്ട് സർവശക്തനാകുന്ന ദൈവം മറ്റൊരു ഉറവയെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അവർക്ക് വേണ്ടി അവിടെ ഒരു ഉറവ ഉണ്ടായിരുന്നു. അത് മറയപ്പെട്ട് കിടക്കുകയായിരുന്നു. എന്നാൽ ദൈവം മറമാറ്റി അതിനെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇവിടെ ഒരു സന്ദേശമുണ്ട്. ദൈവം ഒരു ഉറവ നിങ്ങളുടെ മുമ്പിൽ അടയ്ക്കുന്നെങ്കിൽ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മറ്റൊരു ഉറവ എവിടെയോ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. ഈ സന്ദേശത്തിലൂടെ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത, നിങ്ങളുടെ ചിന്തയിൽ പോലും വന്നിട്ടില്ലാത്ത മറ്റൊരു സോഴ്സ്, മറ്റൊരു വഴി, മറ്റൊരു വാതിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിലവിളിയുടെ മറുപടിയായി ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് 43-ാം അധ്യായത്തിൽ, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെക്കുറിച്ച് നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജനമായ പ്രദേശത്ത് നീരുറവകളും തന്നെ. മരുഭൂമിയിൽ വഴിയോ നിർജ്ജനമായ പ്രദേശത്ത് നീരുറവയോ ഇമാജിൻ ചെയ്യാൻ കഴിയുന്നില്ലല്ലേ? എന്നാൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയുന്നു, ഐ വിൽ ഡു ദ ന്യൂ തിങ്സ് ഫോർ യുവർ ലൈഫ്. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയത് ചിലത് ചെയ്യും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നു, കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാൻ ഏറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നഹൂം എബ്രഹാം ഈ വരികൾ പാടുന്ന സമയത്ത് അതിനകത്ത് മറഞ്ഞിരിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട് പ്രിയപ്പെട്ടവരെ. യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ, ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യവും ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് യോഹന്നാൻ 11:35. യേശു കണ്ണുനീർ വാർത്തു.
ദൈവം കരഞ്ഞു. ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. ഒരു കുടുംബത്തിൻ്റെ നിലവിളിയുടെ മുൻപിൽ, ഒരു കുടുംബത്തിൻ്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ, ഒരു കുടുംബത്തിൻ്റെ വേദനയുടെ മുമ്പിൽ ക്രിസ്തു കണ്ണുകൾ നിറഞ്ഞ് കരയുകയാണ്. എന്നാൽ ആ സഹോദരിമാരുടെ കണ്ണുനീരും ക്രിസ്തുവിൻ്റെ കണ്ണുനീരും ആ ഭവനത്തിൽ ആനന്ദമായി തീരുന്നു. അടുത്ത നിമിഷങ്ങളിൽ മരിച്ച, നഷ്ടപ്പെട്ട അവരുടെ ലാസർ എന്ന സഹോദരനെ കല്ലറവാതിക്കൽ ചെന്ന് പേർ വിളിച്ച് ഉയർപ്പിച്ച് യേശു കർത്താവ് പുറത്തു കൊണ്ടുവരികയാണ്. കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുന്നവരുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവനെ മനുഷ്യൻ്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവത്തോട് യാചിക്കുന്നവരെ മനുഷ്യരോട് യാചിക്കാൻ ദൈവം വിടുകയില്ല. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ എന്തിനാണ് കരഞ്ഞതെന്ന് കർത്താവിന് അറിയാം. നിങ്ങളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ ചൂടുള്ള കണ്ണുനീരിനും ഇപ്പോഴീ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ആ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കർത്താവ് കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ പലതും ടെസ്റ്റ് ചെയ്യാനുള്ള ലാബുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവർ പറയും. നിങ്ങളുടെ പനി ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് ബ്ലഡ് റിപ്പോർട്ട് വ്യക്തമാക്കും. ഡെങ്കി ഫീവറാണോ, കൊറോണയാണോ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റ്സ് എത്രയുണ്ട്, പ്രശ്നങ്ങൾ എത്രയുണ്ടെന്നൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ, നിങ്ങളുടെ സ്വാബൊക്കെ എടുത്തു കൊടുത്താൽ അതിനകത്ത് റിപ്പോർട്ടുകൾ ലഭിക്കും. നിങ്ങളുടെ യൂറിൻ ചെക്ക് ചെയ്താൽ നിങ്ങളുടെ കിഡ്നി ഫങ്ഷനെ കുറിച്ചുള്ള ക്രിയാറ്റിൻ്റെ അളവുകളൊക്കെ അതിൽ ലഭ്യമാകും. എന്നാൽ ഈ ഭൂമിയിൽ നിങ്ങളുടെ കണ്ണുനീര് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കരഞ്ഞത് എന്തിനാണെന്നുള്ള റിപ്പോർട്ട് തരുന്ന ഒരു ലാബുകളും ഈ ഭൂമിയിലില്ല. എന്നാൽ എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്നും, എന്തിനാണ് നിങ്ങൾ നിലവിളിച്ചതെന്നും, എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതെന്നും നിങ്ങളുടെ അപ്പ അറിയുന്നു. ഒരു പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ ശിമയോൻ്റെ വീട്ടിൽ വന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ കാൽ കഴുകി തലമുടി കൊണ്ട് തുടച്ചു. ആ ചൂടുള്ള കണ്ണുനീർ ക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് വീണ് കഴിഞ്ഞ് ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയോട് യേശു പറയുന്നു, സ്ത്രീയെ, നിന്റെ അനവധിയായ പാപങ്ങളെ ഞാൻ വിമോചിച്ചിരിക്കുകയാണ്. അവിടെ ഒരു വാക്കുപോലും ആ സഹോദരി യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു വാക്കുപോലും ക്രിസ്തുവിനോട് അപേക്ഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു വാക്കും അവൾ ഉരിയാടാതെ കണ്ണുനീർ കൊണ്ട് കാൽ കഴുകി തലമുടി കൊണ്ട് തുടച്ചെഴുന്നേറ്റ് പോകുമ്പോൾ അവളുടെ ജീവിത ചരിത്രം തന്നെ മാറുകയാണ്. കാരണം അവളുടെ ചൂടുള്ള കണ്ണുനീരിൽ നിന്ന് 1000 പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ നസറായൻ വായിച്ചെടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണുനീർ കാണുന്നവൻ, കണ്ണുനീർ താഴ്വരയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ കണ്ണുനീർ വാർത്തവനായ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹാഗാറിനെ പോലെ, ആ ബാലകനെ പോലെ നിങ്ങൾ നിലവിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു ഉറവ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കും. അതൊരു പക്ഷേ സമാധാനത്തിൻ്റെ ഉറവയായിരിക്കാം, സാമ്പത്തിക വിടുതലിൻ്റെ ഉറവയായിരിക്കാം, പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഉറവയായിരിക്കാം, ആത്മീക സന്തോഷത്തിൻ്റെ ഉറവയായിരിക്കാം, ഭയരഹിതമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവയായിരിക്കാം, കുടുംബജീവിതം ധന്യമാകുന്ന, കുടുംബജീവിതം ഏകീകരിക്കപ്പെടുന്ന, റിസ്റ്റോർ ചെയ്യപ്പെടുന്ന ഉറവയായിരിക്കാം, നിന്റെ തലമുറകളുടെ മടങ്ങിവരവ് എന്ന ഉറവയായിരിക്കാം, ശാരീരികമായ സൗഖ്യം, മാനസികമായ വിടുതൽ എന്ന ഉറവയായിരിക്കാം. എന്തു തന്നെയുമാകട്ടെ, നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുണ്ട്. കണ്ണുനീർ വാർത്തവനൻ കാര്യം